ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് പ്ലം കേക്ക്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, അതുപോലെ തന്നെ ചെറീസ്, ഡേറ്റ്സ്, മുന്തിരി, ബദാം, കാഷ്യൂനട്ട്, ഇതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണാം. ഇനി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതെല്ലാം കൂടി ഒന്ന് സോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് നമ്മുടെ ഈ ഫ്രൂട്ട്സ് എല്ലാം, ഡ്രൈ ഫ്രൂട്ട്സുകളെല്ലാം ഒന്ന് ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കുക. അത് മുങ്ങിക്കിടക്കുന്ന രീതിയിലേക്ക് ആണ് ജ്യൂസ് ആവശ്യമായിട്ടുള്ളൂ. നമുക്ക് ഏത് ജ്യൂസ് വേണമെങ്കിലും, ഏത് ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ ഓറഞ്ച് ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മുന്തിരി ജ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതായാലും മതി, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് 1 മണിക്കൂറോളം നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഗ്രാമ്പു, അതുപോലെ തന്നെ ഏലക്കായ, ജാതിക്ക, കുറച്ച് പട്ട, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വിനെഗർ കൂടി ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കാരമൽ സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർക്കാം. എന്നിട്ട് 2 ടേബിൾ സ്പൂണ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കാരമൽ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ സിറപ്പ് ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് സ്റ്റവിൽ നിന്നൊന്ന് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടാലും മതി. എന്നിട്ട് ഇതിലേക്ക് 4 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി സ്റ്റവിൽ തന്നെ വെക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടി ചേർക്കാം. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ചേർക്കാം. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച സ്പൈസസ് ചേർക്കാം. 1 ടീസ്പൂൺ സ്പൈസസാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. സ്പൈസസ് അത്ര നന്നായിട്ട് അങ്ങോട്ട് പൊടിച്ചിട്ടൊന്നുമില്ല, കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് അത്രയ്ക്ക് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആയാലും ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് നമ്മുടെ കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർക്കാം. എന്നിട്ട് നല്ലപോലെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവുന്നവരെ ഇളക്കി കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഏകദേശമൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ കൊണ്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഫ്രൂട്ട്സൊക്കെ ഉള്ള കാരണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നന്നായിട്ട് മിക്സായി വരണം. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർക്കാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ വെളിച്ചെണ്ണയിൽ ഇത് ചെയ്യരുത് കേട്ടോ. പ്രത്യേകിച്ച് സ്മെല്ലില്ലാത്ത ഏതെങ്കിലും ഓയിൽ വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മിൽക്ക് നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട്
ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പാൽ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കണ്ട കേട്ടോ. നമ്മുടെ ബാറ്റർ ലൂസായി പോവാതെ നോക്കണം. അപ്പോൾ കുറേശ്ശെയായിട്ട് ചേർക്കാം. ഞാൻ 2-3 പ്രാവശ്യമായിട്ടാണ് മിൽക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വനില എസൻസ് കൂടി ചേർക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ പ്ലം കേക്കിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇനി നമുക്കിതൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അവിടെ നമ്മുടെ സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ട് അതിൽ 1 കപ്പ് സോൾട്ട് ഇട്ടിട്ട് ഒരു ലിഡൊക്കെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്നിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് മൈദയൊന്ന് തൂവി കൊടുത്തിരിക്കുന്നതാണ്. അതിലേക്കാണ് ബാറ്റർ ചേർക്കുന്നത്. ഇനി ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്റ്റൗവിലേക്ക് വയ്ക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു അവർ ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഒരു 45 മിനിറ്റെങ്കിലും കഴിയാതെ ഇത് തുറന്ന് നോക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ പൊങ്ങി കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഹോളൊന്ന് ജസ്റ്റ് ഒരു പേപ്പർ വെച്ചിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് 1 അവർ കഴിയുമ്പോഴേക്കും നമ്മുടെ കേക്ക് നന്നായിട്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് 1 അവർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ്ന്ന് വാങ്ങി വയ്ക്കാം. എന്നിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതങ്ങനെ ഒരുപാട് തണുക്കാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കേക്കാണ് പ്ലം കേക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. ഇനി എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലെ നോട്ടിഫിക്കേഷൻസായി കിട്ടുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.